ഇതല്ലേ? ഇത് കണ്ടോ? ഇത് എന്ത് സംഭവം അറിയോ? ഇത് ആർട്ടിഫിഷ്യൽ അല്ല, സാധാരണ നമ്മുടെ ഈ പുൽച്ചെടി. ഇത് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് പടർന്നോളും. ഇത് പടർന്നിട്ട് വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ കൊണ്ട് വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ തന്നെ പടരും. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് കാശ് കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. ഇത്രയും നല്ല പൈസയാണ് പുറത്തൊക്കെ. പറഞ്ഞാൽ കൊടുക്കാനില്ലല്ലോ. ഇതിങ്ങനെ എല്ലായിടത്തും ഒന്നും കാണത്തില്ല. ഇതിങ്ങനെ ചില കുറച്ച് കട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം, കുറച്ച് കട്ട് ചെയ്ത് തരാം. എൻ്റെ വീട്ടിൽ അങ്ങ് പിടിപ്പിച്ചാൽ മതി, അപ്പോൾ കാശ് കട്ട് ചെയ്ത് തരാമെന്നോ? ഇതില്ല, ഇങ്ങനല്ല. ഇതിങ്ങനെ വളർത്തണം. ഇത് കൊണ്ടുവന്ന് വളർത്തിയിട്ട് കൊടുക്കണം. ഇത് നല്ല ചടങ്ങുള്ള പരിപാടി. ഇത് വളരുന്നത് നോർമൽ രീതിയിൽ ഇത് ഇങ്ങനെ അങ്ങ് വളർന്നു പോകും. പക്ഷെ നമ്മൾ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വളരത്തില്ല. ഇച്ചിരി പാടാണ്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതിയോ? വെള്ളം വേണം, പക്ഷേ ഇത് നമ്മൾ ഓവറായിട്ട് അങ്ങനെ വെള്ളം കൊടുക്കുകയല്ല ഇതിന് വേണ്ടത്. ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഒരുപാട് വെള്ളം വേണ്ടതിനും എന്നാൽ വെള്ളം വേണമെന്നതിനും അങ്ങനത്തെ ഒരു. പക്ഷേ ഇത് എങ്ങനെ പാറയിൽ വളരുന്ന? ഇത് വളരും, കണ്ടില്ലേ? സാധാരണ ഇത് മണ്ണിനകത്തല്ലേ വളരുന്നേ, ഇതെങ്ങനെയാ ഈ പാറയിൽ വളരുന്നത്? ഇതിപ്പോൾ വെള്ളം ഉണ്ടല്ലോ. ഇതിപ്പം നല്ല ചൂടായി കഴിയുമ്പോഴത്തേന് പാറയുടെ ചൂട് ഈ വെള്ളം അങ്ങ് പോയി കഴിയുമ്പോൾ ഇത് കരിയാൻ തുടങ്ങും. അതേസമയം കുറച്ച് തണലുള്ളിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് സ്പ്രെഡാവും. പക്ഷേ ഇത് തുടങ്ങാൻ നല്ല രസമാണ്. അപ്പോൾ ഈ നിച്ചറങ്ങൾ വളർത്തി കഴിഞ്ഞുണ്ടല്ലോ, കിടന്നുറങ്ങാൻ കിടക്കാൻ നല്ല സുഖമാണ്. ചൊറിയും ചിലപ്പോൾ ചൊറിച്ചിലെടുക്കും ദേഹത്ത്. എന്തായാലും കൊള്ളാം. ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന സാധനം. സ്കിൻ അലർജി എന്നല്ല, ചിലർക്ക് ഇത് പിടിക്കത്തില്ല. എന്തു വന്നാലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വെളിനാട്ടിലൊക്കെ ഇത് വളർത്തി കൊടുക്കും. നമ്മുടെ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് വ്ളോഗറുണ്ട്, ആ വ്ളോഗറിൻ്റെ വീട്ടിലുണ്ട് ഇത്തിരി. എന്തായാലും കൊള്ളാം. അപ്പോൾ ടാറ്റാ.